മലപ്പുറം ഇങ്ങനെ ആയിരുന്നില്ല. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാലും യഥേഷ്ടം വോട്ട് നേടി കോണിച്ചിഹ്നമുണ്ടെങ്കിൽ ജയിച്ചു പോയിരുന്ന ആ പഴയ മലപ്പുറത്തിന്റെ അവസ്ഥ മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചകമാണിപ്പോൾ. ഇത് അടുത്ത കാലത്തായിട്ട് സംഭവിച്ചൊന്നുമില്ല. കുറച്ചു കാലമായിട്ട് ഈ മലപ്പുറത്ത് ഈ മാറ്റങ്ങൾ വരുന്നുണ്ട്. KT ജലീൽ കുറ്റിപ്പുറത്തും തിരൂരിൽ അബ്ദുൾകുട്ടി സഖാവൊക്കെ മത്സരിച്ച ആ തെരഞ്ഞെടുപ്പുണ്ട്. വളരെ ആവേശം നിറഞ്ഞ ആ തെരഞ്ഞെടുപ്പില് മലപ്പുറം ജില്ലയില് പ്രമുഖമായ പല മണ്ഡലങ്ങളും മുസ്ലിം ലീഗിന്റെ പ്രമുഖ സ്ഥാനാർത്ഥികൾ കാട്ടാപ്പുഴകി വീണു. അതോടുകൂടി മുസ്ലിം ലീഗിന് മനസ്സിലായി ഇനി പഴയ പോലെ ആ കോണിച്ചിഹ്നം വെച്ച് ജയിച്ച് ഇവിടുന്ന് മൂടും തട്ടി പോയിട്ട് കാര്യമില്ല. അന്നത്തെ മുസ്ലിം ലീഗിന്റെ MLA മാരെ കണി കാണാൻ കിട്ടിയിരുന്നില്ല. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ലീഗിന്റെ MLA മാരെ കാണുന്നുണ്ടെങ്കിൽ, നാട്ടിലെ MLA മാരെ കാണുന്നുണ്ടെങ്കിൽ നാട്ടും പ്രദേശത്തുള്ള ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവിന്റെ വീട്ടിലെ കല്യാണത്തിന് വരുന്ന അതിഥിയായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ നടന്ന മരണത്തിന് ആ സമയത്ത് വരുന്ന ആളുകളായിട്ടാണ് കാണുന്നത്. അതല്ലാതെ ഒരു MLA എന്നുള്ള രീതിയിൽ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് സംവദിക്കാനോ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാനോ നിരന്തരം ഇടപെടുന്ന ഒരു MLA-യും മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. മുൻപ് മുസ്ലിം ലീഗിന്റെ പഴയകാല നേതാക്കന്മാർ പറയുമായിരുന്നു അത്രേ, കറുപ്പ് സൂപ്പും വെള്ളക്കാച്ചിയും ഉള്ളിടത്തോളം കാലം മുസ്ലിം ലീഗിനെ തെരഞ്ഞെടുപ്പിൽ പേടിക്കേണ്ടതില്ല. ഈ കറുപ്പ് സൂപ്പും വെള്ളക്കാച്ചി ഒരു പക്ഷേ മലപ്പുറത്തുകാർക്കും മലബാറുകാർക്കും പഴയ ആളുകൾക്ക് മനസ്സിലാവും, ബാക്കിയുള്ള പുതുതലമുറയിലോ അല്ലെങ്കിൽ മറ്റു ജില്ലക്കാർക്കോ മനസ്സിലായെന്ന് വരില്ല. കറുപ്പ് സൂപ്പും വെള്ളക്കാച്ചിയും എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകളുടെ വസ്ത്രധാരണമാണ്. കുറച്ച് പ്രായമുള്ള സ്ത്രീകൾ എടുത്തിരുന്നതാണ്. കറുപ്പ് സൂപ്പ് സ്വാഭാവികമായിട്ടും അടിസ്ഥാന വിഭാഗപ്പെട്ടവരോ അല്ലെങ്കിൽ സാധാരണക്കാരോ അടുക്കള പണിയൊക്കെ നേരിട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ പുറത്തെ പണിയൊക്കെ ചെയ്യുമ്പോൾ അഴുക്കറിയാതിരിക്കാനുള്ള ഒരു കറുപ്പ് തുണിയാണ്. നല്ല ഭംഗിയുള്ള കരയുള്ള ഒരു കറുപ്പ് തുണിയാണെങ്കിൽ, വെള്ളക്കാച്ചി എന്ന് പറയുന്നത് സമ്പന്ന വിഭാഗത്തിലെ മുസ്ലിം വിഭാഗങ്ങളിലെ സമ്പന്ന വിഭാഗത്തിലും സ്ത്രീകൾ ഉടുത്തിരുന്ന വസ്ത്രമാണ്. നല്ല ഭംഗിയുള്ള പച്ചക്കരയൊക്കെ ഉള്ള ഒരു തുണിയാണ്. അവർ അതെടുക്കാൻ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് അഴുക്ക് പറ്റാനുള്ള സാധ്യതയില്ല. അവർ അടുക്കളയിൽ കയറുന്നില്ല, മറ്റു ജോലികൾ ചെയ്യുന്നില്ല. ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവം എന്താ വെച്ചാൽ ഈ ഉടുക്കുന്ന ഈ രണ്ട് വിഭാഗത്തിനും, സമ്പന്നരായാലും അടിസ്ഥാന വിഭാഗക്കാരായാലും, അവർക്ക് എന്തുണ്ടായിരുന്നില്ല? ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ആത്മീയ വിദ്യാഭ്യാസം ഒരുപക്ഷെ മദ്രസയിലൊക്കെ പോയിട്ട് കിട്ടിയിരുന്നുണ്ട്, പക്ഷെ ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ഈ നേതാക്കന്മാർ അന്ന് പറഞ്ഞു വെച്ചത് ഭൗതിക വിദ്യാഭ്യാസമില്ലാത്ത ഒരു വിഭാഗം ഉള്ളിടത്തോളം കാലം, അതാണ് ഈ കറുപ്പ് സൂപ്പും വെള്ളക്കാച്ചിയും. അങ്ങനെ ഒരു സ്ത്രീ സമൂഹം ഇവിടെ ഉള്ളിടത്തോളം കാലം മുസ്ലിം ലീഗിന് കാര്യമായ പരിക്കൊന്നും പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോ ആ വെള്ളക്കാച്ചിയും കറുപ്പ് സൂപ്പും ഏറെക്കുറെ അസ്തമിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചകമാണ് ഈ തലയെക്കെട്ടുകാരൻ വളരെ കൃത്യമായിട്ട് വിളിച്ചു പറയുന്നത്.